സഹകാരി സംഗമം ആരംഭിക്കുകയാണ്. ഈ സംഗമത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി കേരള ബാങ്കിൻ്റെ പ്രിയങ്കരനായ പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. ഗോപി കോട്ടമുറിക്കൽ. യോഗ നടപടി ആരംഭിക്കുകയാണ്. നമ്മുടെ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി കേരള ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ MK കണ്ണനെ ക്ഷണിക്കുകയാണ്. വേദിയിലുള്ള ബഹുമാന്യനായ സഹകരണ മന്ത്രി ശ്രീ വാസവൻ, ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ, ബാങ്കിൻ്റെ CEO, സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ കൃഷ്ണൻ നായർ, പ്രിയപ്പെട്ട അംഗസംഘങ്ങളുടെ പ്രതിനിധികളായ സഹകാരി സുഹൃത്തുക്കളെ, കേരള ബാങ്കിൻ്റെ 4ാമത് പൊതുയോഗത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാന്യനായ മന്ത്രി ശ്രീ വാസവൻ അവരെ സ്വാഗതം ചെയ്യുന്നു. ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ ഗോപി കോട്ടമുറിക്കലിനെ സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ ശ്രീ കോലിയക്കോട് കൃഷ്ണൻ നായരെ സ്വാഗതം ചെയ്യുന്നു. ബാങ്കിൻ്റെ CEO, ബാങ്കിൻ്റെ ഡയറക്ടർമാർ, ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ, ഈ പൊതുയോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ അംഗസംഘങ്ങളെയും മെമ്പർമാരായ പ്രതിനിധി സഖാക്കളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം. സംസ്ഥാന സഹകരണ സംഘ വകുപ്പ് സെക്രട്ടറിയെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ബഹുമാന്യനായ കേരളത്തിൻ്റെ പ്രിയങ്കരനായ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ, അധ്യക്ഷവേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സഹകാരി സുഹൃത്തുക്കളെ, പ്രിയമുള്ളവർ, സമകാലീന കേരളത്തിലെ ഏറ്റവും പുതിയ സഹകരണ പ്രശ്നങ്ങളെ സംബന്ധിച്ച്, സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും നൂതനമായ ചില വിഷയങ്ങൾ സംബന്ധിച്ചും, അതുപോലെ ഈ അടുത്ത നാളുകളിൽ കേരള നിയമസഭ അംഗീകരിച്ച സുപ്രധാനമായ സഹകരണ നിയമ ഭേദഗതി സംബന്ധിച്ചും ബഹുമാന്യനായ നമ്മുടെ മന്ത്രി ഇവിടെ സംസാരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇങ്ങനൊരു പരിപാടിയിൽ നമ്മൾ ഒത്തുചേരുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അത്തരൊരു കാര്യം നിർവഹിക്കാൻ വേണ്ടിയാണ്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ നിങ്ങൾ ആ നിയമനിർമ്മാണത്തിൻ്റെ, ഈ സഹകരണ നിയമത്തിൻ്റെ ഇപ്പോൾ അംഗീകരിച്ച ഭേദഗതിയുടെ ഒരു വരവ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടമാനമുള്ള ഒരു അധ്വാനം, നിരന്തരമായ പരിശ്രമം, കുറ്റമറ്റ തോതിൽ ഈ നിയമം കരുപിടിപ്പിക്കാൻ വേണ്ടി നമ്മുടെ വകുപ്പും ബഹുമാനപ്പെട്ട മന്ത്രിയും ആത്മാർത്ഥവും കഠിനവുമായ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം സുദീർഘമായൊരു കാലയളവാണ് അതിൻ്റെ സെലക്ട് കമ്മിറ്റിയുടെ തെളിവെടുപ്പ്. കേരളത്തിലാകമാനമുള്ള സഹകരണ മേഖലയിൽ അനേക ദശകങ്ങളുടെ അനുഭവ സമ്പത്തുള്ള സഹകാരികളിൽ നിന്ന് തന്നെ എന്താണ് ഈ പുതിയ വകുപ്പിൽ ഉൾച്ചേരേണ്ട പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്നുള്ള കാര്യം സ്വായത്തമാക്കാൻ വേണ്ടി ഏറ്റവും ശ്രമകരമായൊരു ജോലിയാണ് സെലക്ട് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ആദ്യമായി ഉണ്ടായത്. അതിൻ്റെ പൂർണ്ണമായ ഉള്ളടക്കം ഏറെക്കുറെ നമ്മളെ ഗ്രഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന അത്തരം ചില കാര്യങ്ങളുടെ പരാമർശനം കേൾക്കാൻ കാത്തിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഈ പരിമിതമായ
ഒരു സമയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ദീർഘമായൊരു അധ്യക്ഷ പ്രസംഗം നടത്തുന്നത് ഒട്ടും ഉചിതമല്ല എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. തീർച്ചയായിട്ടും അത് ബഹുമാനപ്പെട്ട നമ്മുടെ മിനിസ്റ്റർ അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് പരാമർശിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടി ഔപചാരികമായി ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് അത്യന്തം ആദരവോടുകൂടി ബഹുമാന്യനായ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രിയെ ഞാൻ ക്ഷണിക്കുക. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ബാങ്ക് പ്രസിഡന്റ് ശ്രീ ഗോപി കോട്ടമുറിക്കൽ, സംസ്ഥാന സഹകരണ യൂണിയൻ്റെ ബഹുമാന്യായ ചെയർമാൻ ശ്രീ കോലിക്കോടൻ കൃഷ്ണൻ നായർ അവർകൾ, ബഹുമാന്യായ നമ്മുടെ സഹകരണ വകുപ്പ് സെക്രട്ടറി ശ്രീമതി വീണ മാധവൻ, വേദിയിലുള്ള ബഹുമാന്യരായ മറ്റ് ഭരണസമിതി അംഗങ്ങളെ, ഉദ്യോഗസ്ഥ പ്രമുഖരെ, സഹോദരി സഹോദരന്മാരെ, ബഹുമാന്യരായ സഹകാരികളെ, മാധ്യമ സുഹൃത്തുക്കളെ, കേരള ബാങ്കിൻ്റെ ജനറൽ ബോഡി ചേരുന്ന ഈ ഘട്ടം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ബഹുമുഖങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ഈ കാലഘട്ടത്തിൽ ഈ മേഖലയുടെ കരുത്തും ശക്തിയും എല്ലാം വിപുലീകരിക്കാൻ സഹായിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഉള്ളടക്കത്തോടു കൂടിയാണ് നമ്മളിതിലേക്ക് കടക്കുന്നത്. ഇന്നിപ്പോൾ പ്രധാനമായി ജനറൽ ബോഡി ചേരുമ്പോൾ ചില നിവേദനങ്ങളെല്ലാം ഞങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു. ആ നിവേദനങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ആ നിവേദനങ്ങളിൽ പറയുന്ന ചില കാര്യങ്ങളിൽ തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ആമുഖമായി സൂചിപ്പിക്കാൻ. ഒന്ന്, നമുക്ക് ഈ കാര്യത്തിൽ കേരള ബാങ്കിൻ്റെ ജനറൽ ബോഡിയുമായി ബന്ധപ്പെട്ട ഒരു ബൈലോ ഭേദഗതിയിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ചില സഹകാരികൾ ഗവൺമെൻറ്റിനും ഒപ്പം ബാങ്കിനുമൊക്കെ നിവേദനം നൽകിയിരുന്നു. ആശങ്ക പ്രകടിപ്പിക്കുന്ന ബൈലോ ഭേദഗതിയുടെ ഉള്ളടക്കം ഒഴിവാക്കുന്ന കാര്യത്തെ സംബന്ധിച്ചോളം സംസ്ഥാന ഗവൺമെൻറ് തന്നെ, സഹകരണ വകുപ്പ് തന്നെ കേരള ബാങ്കിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പിൻവലിക്കും എന്ന കാര്യമാണ് സൂചിപ്പിക്കാൻ. മറ്റൊരു കാര്യം, കാലങ്ങളായി നമ്മുടെ സഹകാരികൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഓണറേറിയം വർദ്ധിപ്പിക്കണം, സിറ്റിംഗ് ഫീസ് വർദ്ധിപ്പിക്കണം എന്ന കാര്യം. ആ വിഷയത്തെ സംബന്ധിച്ചോളം ഞങ്ങൾ പ്രപ്പോസൽ തയ്യാറാക്കി അത് ഈ ജനറൽ ബോഡിയിൽ തന്നെ ഓർഡറാക്കി അവതരിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ രജിസ്ട്രാർക്ക് ഇലക്ഷൻ ഡ്യൂട്ടി വന്ന് അദ്ദേഹം കാശ്മീരിലേക്ക് പോകേണ്ടി വന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം തിരിച്ചെത്തും. ഇടയ്ക്ക് നമ്മുടെ സെക്രട്ടറിയും
നിലവിലുണ്ടായിരുന്ന സെക്രട്ടറി പെൻഷനായി പുതിയ സെക്രട്ടറി ചാർജ് എടുത്ത് വന്നതേ ഉള്ളൂ. അങ്ങനെ ഓഫീസിലുണ്ടായ 2 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ അസാന്നിധ്യം ഇപ്പോൾ ഒരാളുടെ സാന്നിധ്യം ഉണ്ടായി, ഒരാളുടെ ഇവിടെ അടുത്ത ദിവസം ഉണ്ടാവും. അപ്പോൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ആ ഓണറേറിയത്തിൽ കാലോചിതമായ വർധന വരുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം ഒക്ടോബർ മുതൽ നടപ്പാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുമെന്ന കാര്യമാണ് രണ്ടാമത്തെ കാര്യം സൂചിപ്പിക്കുക. ഈ 2 കാര്യങ്ങളും പ്രധാനമായും നമ്മുടെ സഹകാരികളുടെ ഇടയിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ആവശ്യങ്ങളും അതോടൊപ്പം തന്നെ നിർദ്ദേശങ്ങളുമാണ്. അത് വർദ്ധിപ്പിക്കേണ്ടതാണെന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. അപ്പോൾ അത് നമ്മുടെ സഹകരണ കോൺഗ്രസ്സിൽ തന്നെ നമ്മൾ തീരുമാനിച്ചിരുന്നു. തിരുവനന്തപുരം സഹകരണ കോൺഗ്രസ് ചേരുമ്പോൾ അവസാനം കൺക്ലൂഡിങ് സ്പീച്ചിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഈ 2024 നിശ്ചയമായും ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനമുണ്ടാകുമെന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ ഒക്ടോബറിൽ എത്തിച്ചേരുക എന്ന കാര്യം സൂചിപ്പിക്കട്ടെ. പിന്നീട് പ്രധാനമായും നമ്മുടെ ഈ മേഖലയുടെ സുരക്ഷിതത്വവും സുതാര്യതയും കൂടുതൽ സുശക്തമാക്കി മുന്നോട്ട് പോകുന്നതിന് സഹായിക്കുന്ന സാഹചര്യങ്ങൾ സംജാതമാക്കാൻ നമ്മൾ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്ന ഒന്ന് നിയമ ഭേദഗതിയാണ്. ചില അനാരോഗ്യകരമായ പ്രവണതകൾ അല്ലെങ്കിൽ അനഭിലഷണീയമായ പ്രവണതകൾ ചില സംഘങ്ങളിൽ വളർന്നു വരുന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതുമായ എല്ലാ സാഹചര്യങ്ങളും സൃഷ്ടിക്കാൻ കാലോചിതമായ ഒരു നിയമ ഭേദഗതി വേണമെന്ന ആവശ്യം ഈ മേഖലയിൽ നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. ഇത് സംബന്ധിച്ച് ഒരു കരട് നമ്മൾ തയ്യാറാക്കിയിരുന്നു. അത് കേരള നിയമസഭയിൽ അവതരിപ്പിച്ച് സെലക്ട് കമ്മിറ്റിക്ക് ആ ബില്ല് വിട്ട് നമുക്ക് ഒരു വർഷക്കാലത്തോളം എടുത്തത് ഭേദഗതി നിർദ്ദേശിക്കാനുള്ള സമയവും അനുവദിച്ചിരുന്നു. ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാമുള്ള സെലക്ട് കമ്മിറ്റിയെ സ്പീക്കർ നിർദ്ദേശിച്ചു. 15 അംഗ നിയമസഭാ സാമാജികന്മാർ ഉൾക്കൊള്ളുന്നതായിരുന്നു ആ സെലക്ട് കമ്മിറ്റി. കേരളത്തിലെ മുഴുവൻ സഹകാരികളെയും വിവരമറിയിച്ച് 14 ജില്ലകളിലെ സഹകാരികൾക്കും ജീവനക്കാർക്കും അതോടൊപ്പം തന്നെ മെമ്പർമാർക്കും നമ്മളിതിലെ പ്രത്യേകമായി ക്ഷണിക്കപ്പെട്ട നിയമപരമായ പാണ്ഡിത്യമുള്ളവരെയൊക്കെ ഉൾപ്പെടുത്തിയും അഭിപ്രായം പറയാനുള്ള അവസരങ്ങൾ ഒരുക്കിയിരുന്നു. അതിനുശേഷം അപ്പെക്സ് ബോഡികളിലെ ഭരണാധിപന്മാരെയും സംസ്ഥാനത്തെ സഹകരണ യൂണിയനുകളുടെ പ്രതിനിധികളെയും ഒപ്പം ജീവനക്കാരുടെ പ്രതിനിധികളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അവസാന റൗണ്ട് ചർച്ചയും നടത്തി. പിന്നീട് ഞങ്ങൾ മഹാരാഷ്ട്ര ഗവൺമെൻറ്റുമായി നിലനിൽക്കുന്ന അവിടുത്തെ നിയമത്തെ സംബന്ധിച്ചോളം പരിശോധിക്കുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാം ചേർന്ന് മഹാരാഷ്ട്രയിൽ പോയി അവിടുത്തെ സ്പീക്കറും അവിടുത്തെ സഹകരണ വകുപ്പ് മന്ത്രിയുമായി അവിടുത്തെ ഉദ്യോഗസ്ഥ പ്രമുഖരുമായി ചർച്ച നടത്തി ആ വിഷയത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ കേട്ടു. തിരിച്ച് വീണ്ടും തിരുവനന്തപുരത്തെത്തി ഉന്നത സഹകാരികളും നിയമജ്ഞന്മാരും എല്ലാം ചേർന്ന് ആ ബില്ലിന് അവസാന രൂപം കൊടുത്ത് നിയമസഭയിൽ കഴിഞ്ഞ സെപ്റ്റംബർ മാസം 16-ാം തീയതി അവതരിപ്പിക്കുകയുണ്ടായി. ആ ബില്ലിൽ ക്രിയാത്മകമായ ചർച്ചകൾ വീണ്ടും ഉയർന്നു വന്നു. ആ നിർദ്ദേശങ്ങളെല്ലാം പരിഗണിച്ച് ആ സഭ ആ ബില്ല് 16-ാം തീയതി പാസ്സാക്കിയത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഐക്യകണ്ഠേനയായിരുന്നു എന്ന കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. അതിൽ അവസാന റൗണ്ടിൽ 2 കാര്യത്തിലായിരുന്നു പ്രതിപക്ഷം തർക്കം ഉന്നയിച്ചിരുന്നു. ഒന്ന് ടേണിൻ്റെ കാര്യത്തിൽ 2 ടേണെന്ന് നിർദ്ദേശിച്ചത് 3 ആക്കാമെങ്കിൽ നമുക്ക് യോജിച്ച് പാസ്സാക്കാം, അത് എഗ്രി ചെയ്തു. അതുപോലെ പരാതി കിട്ടുമ്പോൾ തന്നെ സസ്പെൻഷൻ നടപടി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളിൽ ഒരു പ്രത്യേക നിർദ്ദേശം പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി, അതും സ്വീകരിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഞങ്ങൾ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും ഞാനുമൊക്കെ ചേർന്നിരുന്ന് ചർച്ച ചെയ്ത് അവസാനം ഐക്യകണ്ഠേന പാസ്സാക്കാനുള്ള നിലപാടിലെത്തി. അങ്ങനെ കേരള നിയമസഭ ചരിത്രത്തിൻ്റെ ഭാഗമായി 57 ഭേദഗതികളോടുകൂടി നിയമം ഐക്യകണ്ഠേന പാസ്സാക്കി എന്നതാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഗവർണർ സമയോചിതമായി അതിൽ ഒപ്പുവയ്ക്കാൻ തയ്യാറാവാതെ വന്ന് വീണ്ടും ഗവർണറെ കണ്ട് നമ്മൾ വലിയ രൂപത്തിലുള്ള നീക്കങ്ങൾ നടത്തി 7 മാസങ്ങൾക്ക് ശേഷമാണ് ഗവർണർ അതിൽ ഒപ്പുവെച്ച് തന്നത് എന്നതാണ് കാലതാമസം വന്നത്. അപ്പോൾ നമ്മൾ ഈ കമ്മിറ്റി വളരെ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നടത്തി കൊടുത്തെങ്കിലും ഗവർണർ അതിൽ ഒപ്പിടാൻ താമസിച്ചിരുന്നു. ഇപ്പോൾ അത് നോട്ടിഫിക്കേഷനായി. ആ നോട്ടിഫിക്കേഷനായി കഴിഞ്ഞപ്പോൾ ആ നിയമത്തിന് അനുസരിച്ച് നമുക്ക് ചട്ടമുണ്ടാവണം. ആ ചട്ടമുണ്ടാക്കാൻ രജിസ്ട്രാർ കൺവീനറായി ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി നിർദ്ദേശങ്ങൾ വെബ്സൈറ്റിൽ കൊടുത്തിരുന്നു. പല കേന്ദ്രങ്ങളിൽ നിന്നും അത് സംബന്ധിച്ച് പരാതികൾ കേട്ടിരുന്നു.
കേരള ബാങ്കിൻ്റെ ഓഡിറ്റോറിയത്തിൽ തന്നെ പരാതികൾ കേൾക്കാൻ നമ്മൾ അവസരമുണ്ടാക്കിയിരുന്നു. അതിലെഴുതി തന്നവരുണ്ട്, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയവരുണ്ട്. അതെല്ലാം പരിശോധിച്ച് കഴിഞ്ഞ ദിവസം ആ ചട്ടവും ഫൈനലൈസ് ചെയ്തിരിക്കുന്നു. ഏതാണ്ട് നിയമവകുപ്പ് അതിന് അനുമതി തന്നാൽ 1-2 ആഴ്ചയ്ക്കുള്ളിൽ ചട്ടവും ഉത്തരവാകും. അങ്ങനെ നിയമവും ചട്ടവും പൂർണ്ണമായി, അല്ലെ ആക്ട് ആൻഡ് റൂൾസ് പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നു എന്ന സന്തോഷ വാർത്തയാണ് അറിയിക്കാനുള്ളത്. ആ നിയമം വരുമ്പോൾ ആ നിയമത്തിൽ നമുക്ക് കാലോചിതമായ മാറ്റങ്ങൾ വരുത്താൻ ഇടവന്ന സാഹചര്യം, നമ്മളിപ്പോൾ ഉണ്ടായിട്ടുള്ള അനഭലഷണീയമായ പ്രവണതകൾ പലതും പരിശോധിച്ചപ്പോൾ വർഷങ്ങളായി ഇതിൻ്റെ ഭരണസമിതിയിൽ തുടർന്നു കൊണ്ടുപോകുന്ന ചില കേന്ദ്രങ്ങളിൽ, എല്ലാവരുമല്ല, ചില ആളുകൾ വലിയ സംഭാവന നൽകിക്കൊണ്ട് വർഷങ്ങളോളം ഇതിൽ നിന്നവരുണ്ട്. എന്നാൽ ചില ആളുകൾ വർഷങ്ങളോളം നിന്നപ്പോൾ ആ സ്ഥാനങ്ങൾ ദുരുപയോഗം ചെയ്ത് ഈ സ്ഥാപനങ്ങളെ തന്നെ വലിയ രൂപത്തിൽ തകർച്ചയിലേക്ക് നയിക്കുകയും സാമ്പത്തികമായി പല രൂപത്തിലുള്ള ക്രമക്കേടുകൾ നടത്തിക്കൂട്ടുന്ന രൂപത്തിലേക്ക് എത്തുകയും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒട്ടനവധി തെറ്റായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് പ്രധാനമായും നമ്മളിതിൽ തീരുമാനിക്കാൻ ഇടവന്ന സാഹചര്യം. പിന്നീട് നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായും ഇതിൻ്റെ ഭരണസമിതിയിലേക്കെല്ലാം വരുന്നത് എപ്പോഴും ഒരു 50 വയസ്സിന് മുകളിലുള്ള ആളുകൾ മാത്രമാണ്. യൗവനങ്ങൾ ഭരണസമിതിയിലേക്ക് വരാത്തൊരു സാഹചര്യം കണ്ടു. അതുകൊണ്ടാണ് എല്ലാ ഭരണസമിതികളിലും 40 വയസ്സിൽ താഴെയുള്ള ഒരു പുരുഷനും 40 വയസ്സിൽ താഴെയുള്ള ഒരു സ്ത്രീയും അല്ലെങ്കിൽ യുവതിയും വേണമെന്ന രൂപത്തിലേക്ക് നമ്മൾ നിഷ്കർഷിച്ചുള്ളത്. പ്രധാനമായും ചില മേഖലകളിൽ അത് നടപ്പിലാക്കാൻ പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ വയോജനങ്ങളുടെ സഹകരണ സംഘം ഉണ്ടെങ്കിൽ അത് നടപ്പാക്കാൻ വിഷമമായിട്ട് വരും. അതുപോലെ തന്നെ ചില സ്ഥലത്ത് മിൽമയിലൊക്കെ അത് പ്രശ്നമായിട്ട് വരും. അത്തരം കാര്യങ്ങൾക്ക് ഇപ്പോൾ പുതിയതായി ഒരു ഭേദഗതി കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് സഹകരണ മേഖലയ്ക്ക് പുതിയ തലമുറ കടന്നു വരണമെന്ന ആശയം മുൻനിർത്തിയാണ് അവർക്ക് വേണ്ടി വാതായനങ്ങൾ തുറക്കുന്ന നിർദ്ദേശം ഈ കാര്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റൊന്ന് പ്രധാനമായും നമുക്ക് ഈ രംഗത്ത് നമ്മുടെ ഇൻസ്പെക്ഷൻ ടീം സ്ട്രെങ്തൻ ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചു. ഓഡിറ്റുകൾ നമ്മൾ കൃത്യമായി ഇനിമേൽ ടീം ഓഡിറ്റായി മാറണം എന്ന കാര്യങ്ങൾ നിർദ്ദേശിച്ചു. മുമ്പ് കൺകറൻറ്റ് ഓഡിറ്റ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നപ്പോഴാണ് പലപ്പോഴും ഒരു കൺകറൻറ്റ് ഓഡിറ്റർ ബാങ്കിൽ വന്ന് വല്ലപ്പോഴുമൊക്കെ വരും, എല്ലാവരുമല്ല, ചില ആളുകൾ അവർ വർഷാന്തി എത്തുമ്പോൾ ലാഭം വേണമെങ്കിലും നഷ്ടം വേണമെങ്കിലും ഉണ്ടാക്കിത്തരും. രണ്ടും ഉണ്ടാക്കാൻ അവർക്കറിയാം. അത് ചില ഭരണസമിതിയുടെ ഇംഗിതത്തിനനുസരിച്ച് ചെയ്തു പോകുന്ന രൂപത്തിലേക്ക് വരുമ്പോൾ അത് ഭരണസമിതിയും അത്തരത്തിലുള്ള ഒറ്റപ്പെട്ടെങ്കിലും ചില ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള കൂട്ടുകെട്ടുകൾ വന്നാൽ അത് പല രൂപത്തിലുള്ള തെറ്റായ പ്രവണതകളിലേക്കും പോകുന്ന സാഹചര്യം സംജാതമാകുകയാണ്. ഒരു ബാങ്ക് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത്, അപ്പോൾ ആ ബാങ്കിലെ കൺകറൻറ്റ് ഓഡിറ്റർ എല്ലാ വർഷവും ഇത് ലാഭം വേണമെങ്കിലും നഷ്ടം വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്ന ശൈലി സ്വീകരിക്കുന്നത് കണ്ടു. അത് ലാഭം ഉണ്ടാക്കുന്നത്, ഒരാൾ വായ്പ എടുത്തു 1 രൂപ പോലും തിരിച്ചടച്ചില്ല, പലിശ കൂട്ടി ഓഡിറ്റ് ആകുമ്പോഴേക്ക് അയാളെ വിളിച്ചു വരുത്തി പുതുക്കി കഴിയുമ്പോൾ ആ പുതുക്കുന്ന തുക പലിശ കൂട്ടിയുള്ള തുകയ്ക്ക് കൊടുക്കും. 1 രൂപ പോലും ബാങ്കിലേക്ക് അടയ്ക്കാതെ തിരിച്ച് യഥാർത്ഥത്തിൽ ഡിവിഡൻഡ് വാങ്ങിക്കൊണ്ട് പോകും ആ ലോണി എന്ന രൂപത്തിലേക്ക് വരുന്ന അവസ്ഥ. ഇങ്ങനെ ധാരാളം കേസുകൾ കാണുകയാണ്. അപ്പം അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി കൃത്യമായി ഓഡിറ്റ് 3 തരത്തിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അതുകൊണ്ടാണ് മിനിമം 2 അല്ലെങ്കിൽ 3 പേരുള്ള ഒരു ടീമായിരിക്കും ഇനി ഓഡിറ്റ് ചെയ്യാൻ വരിക. അത് ഓരോ പ്രാവശ്യവും റൊട്ടേറ്റ് ചെയ്തായിരിക്കും വരിക. ഒരു ടീം തന്നെ ഒരു പ്രദേശത്തല്ല വരിക. അത് ഓഡിറ്റ് തുടങ്ങുമ്പം തന്നെ കൃത്യമായി ബോർഡുമായി ഡിസ്കഷൻ നടത്തും. ഓഡിറ്റിൽ കണ്ടെത്തുന്ന ന്യൂനതകൾ ഓഡിറ്റിൻ്റെ മധ്യഭാഗത്ത് വെച്ച് ബോർഡിനെ ബോധ്യപ്പെടുത്തും. അത് ഫൈനലൈസ് ചെയ്യുമ്പോഴും റെക്ടിഫൈ ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ റെക്ടിഫൈ ചെയ്ത് മറ്റ് നടപടികളൊന്നും കൂടാതെ പരിഹരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ക്രിയാത്മക നിർദ്ദേശം വെച്ച് പ്രശ്നം പരിഹരിക്കണം എന്നതാണ് ഈ കാര്യത്തിൽ കൊടുത്തിട്ടുള്ള നിർദ്ദേശം. അങ്ങനെ ടീം ഓഡിറ്റ് വരികയാണ്. അതുപോലെ ഇപ്പോൾ നമുക്ക് സംഘം കൂടുതൽ നഷ്ടത്തിലേക്ക് പോകുന്ന തരത്തിൽ ചില സ്ഥലത്ത് ഈ നമ്മുടെ ലോണുകൾ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അതിന് റിസർവ് കെട്ടി പോകണമെന്ന രൂപത്തിലേക്കുള്ള നിർദ്ദേശങ്ങളും മുന്നോട്ട് വരികയാണ്. അതിൽ കാലോചിതമായൊരു മാറ്റം വരുത്തി ആ കാര്യത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവരണമെന്ന കാര്യങ്ങളും ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ടീം ഓഡിറ്റ് ശക്തിപ്പെടുത്തി മുന്നോട്ട് പോയി ബാങ്കുകളെ എല്ലാ അർത്ഥത്തിലും സഹായിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ. മറ്റൊന്ന്, ഈ രംഗത്ത് നമ്മൾ ജനറൽ ബോഡികൾ കൃത്യമായി എല്ലാ വർഷവും ജനറൽ ബോഡി നടക്കണം. ആ ജനറൽ ബോഡി നടക്കുമ്പോൾ ആ ബാങ്കിലെ ജീവനക്കാരോ ഭരണസമിതി അംഗങ്ങളോ ബാങ്കിൽ നിന്ന് വലിയ രൂപത്തിൽ വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാതെ വരുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ അതെല്ലാം ഓരോ വർഷവും
വാർഷിക റിപ്പോർട്ടിൽ പ്രസിദ്ധീകരിക്കണമെന്ന നിർദ്ദേശം നമ്മൾ നിയമത്തിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് ചില സ്ഥലത്ത് നമുക്കറിയാം, ചിട്ടികൾ വന്നാൽ ചിട്ടി ചില സ്ഥലത്ത് ജീവനക്കാരും ബന്ധുക്കളും പങ്കിട്ടെടുക്കുന്ന സ്ഥിതിവിശേഷം, അത് ചില സ്ഥലത്ത് സഹകാരികളും കൂടും. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ സഹായിക്കുന്ന രൂപത്തിലാണ് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചോളം അത് റിപ്പോർട്ടിൽ പ്രതിപാദിക്കണം, എത്ര ബാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഓരോ വാർഷിക റിപ്പോർട്ടിലും വരണം എന്ന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് കോമൺ സോഫ്റ്റ്വെയർ വേണമെന്നുള്ളതാണ്. ആ കോമൺ സോഫ്റ്റ്വെയർ സംബന്ധിച്ച് നിലവിൽ ഓരോ ബാങ്കിലും സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയറിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിന് തടസ്സം വരാതെയും കൂടുതൽ ബാധ്യത ആ ബാങ്കിന് വരാതെയും അത് കൈകാര്യം ചെയ്യുന്ന രീതിയാണ് അതിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അത് ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാന ഘട്ടത്തിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന രൂപത്തിലേക്ക്. അതാണ് മറ്റൊരു ക്രിയാത്മക നിർദ്ദേശം വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ വാല്യുവേഷൻ സംബന്ധിച്ച ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ആ വാല്യുവേഷനിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് നിലവിൽ ഇപ്പോൾ ഏതെങ്കിലും ജീവനക്കാരനോ അല്ലെങ്കിൽ ചില സ്ഥലത്ത് ഭരണസമിതി അംഗങ്ങൾ പോകുന്നിടം വരെ ഉണ്ട്. ഭരണസമിതി അംഗങ്ങളല്ല യഥാർത്ഥത്തിൽ വാല്യുവേഷന് പോകേണ്ടത്. വാല്യുവേഷനെ സംബന്ധിച്ചോളം നമ്മൾ പുതിയതായി നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ കാര്യത്തിൽ 10 ലക്ഷത്തിന് മുകളിലുള്ള വലിയ വായ്പകൾ വരുമ്പോൾ ബാങ്കിലെ ഉദ്യോഗസ്ഥനും അത് 2 പേര്, അതിലൊന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ആയിരുന്നാൽ കൊള്ളാം, അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ്, മറ്റ് 2 ബോർഡ് മെമ്പർമാർ, ഒപ്പം ഒരു പ്രൊഫഷണൽ വാല്യുവേറ്റർ, ഇങ്ങനെ 5 അംഗ സമിതിയായിരിക്കണം ഈ വാല്യുവേഷൻ നിർണ്ണയിച്ചു പോവുക. ഇപ്പോൾ പല സ്ഥലത്തും ക്രമക്കേടുകൾ വന്ന സ്ഥലത്ത് പരിശോധിക്കുമ്പോൾ കൊടുത്തിട്ടുള്ള വായ്പകൾ പരിശോധിച്ചാൽ ആ വായ്പയിൽ കൊടുത്തിട്ടുള്ള ഫണ്ടും ആ സ്ഥലത്തിന് ഇപ്പോൾ വിട്ടാൽ കിട്ടുന്ന രൂപവും പരിശോധിക്കും, പലതും 4-1 പോലും വില ലഭിക്കാൻ കഴിയാത്ത രൂപത്തിലാണ് കാണുന്നത്. അത്തരം സ്ഥിതികൾ ഭാവിയിൽ ഉണ്ടാവാതിരിക്കുക, കൃത്യമായി 2 കാര്യങ്ങൾ പരിശോധിക്കുക. ഒന്ന്, സെക്വേർഡ് ആണോ, 2 റീപേയിങ് കപ്പാസിറ്റി ഉണ്ടോ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ കൊടുക്കുക എന്ന രൂപത്തിലേക്ക് വരുന്നതാണ് ആ കാര്യത്തിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. അപ്പോൾ വാല്യുവേഷൻ ഇങ്ങനൊരു സബ് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടായിരിക്കണം 10 ലക്ഷത്തിന് ചെറിയ വായ്പകൾ അപ്പോൾ വരുന്ന അത്യാവശ്യക്കാർക്ക് കൊടുക്കാൻ മുമ്പ് നടന്നു വരുന്ന രീതിയിൽ തന്നെ തുടരുകയും ചെയ്യാം എന്നുള്ളതാണ് ഈ കാര്യത്തെ സംബന്ധിച്ചോളം നിർദ്ദേശിച്ചിട്ടുള്ളത്. നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ പ്രധാനമായി ഇപ്പം തന്നെ നമ്മുടെ സബ് സ്റ്റാഫ് എന്ന് വെച്ചാൽ പ്യൂണ്, അറ്റൻഡർ, അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ്, ഇങ്ങനെയുള്ളതെല്ലാം സഹകരണ ബാങ്കുകൾക്ക് പ്രത്യേകമായി നിയമിക്കാനുള്ള അധികാരാവകാശം നിലം തുടർന്ന് പോവുക. അതേസമയത്ത് ക്ലർക്ക് മുതൽ മുകളിലോട്ടുള്ളതെല്ലാം പരീക്ഷാ ബോർഡ് തന്നെയായിരിക്കണം നിയമനം എന്ന കാര്യത്തിൽ. അത് അതർ സംഘങ്ങൾ കൂടി ബാധകമാക്കി അതിന് സാമ്പത്തികമായ ഒരു പരിധി നിർണ്ണയിക്കുന്ന നോംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ സാമ്പത്തിക സൗകര്യങ്ങളുള്ള അതർ സംഘങ്ങളും ആ രൂപത്തിലേക്ക് വരണം, അല്ലാത്തതിന് മറ്റ് നിലവിലുള്ളത് തുടരാം. ഇങ്ങനെയാണ് നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ സംബന്ധിച്ച് പുതിയതായി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നീട് ഇപ്പോൾ നമ്മുടെ റൂൾസൊക്കെ വരുമ്പോൾ ആ റൂൾസിൽ നിന്ന് നമ്മൾ പ്രധാനമായും നിർദ്ദേശിക്കപ്പെടുന്ന കാലോചിതമായ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇപ്പോൾ നമ്മുടെ 2ഉം കൂടി ഓർഡറായി കഴിയുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ വെബ്സൈറ്റിൽ കൊടുക്കും. പ്രത്യേകമായി ഒരു ബുക്ക് തന്നെ അടിച്ച് എല്ലാവർക്കും മനസ്സിലാക്കാൻ തക്ക രൂപത്തിലേക്ക് തരും എന്ന രൂപത്തിലേക്കാണ് അതിൻ്റെ കാര്യം പറയാനുള്ളത്. പിന്നീട് ഇപ്പോൾ ഭരണസമിതികൾ ചില സ്ഥലത്ത് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിയുമ്പോൾ മുമ്പ് നമുക്ക് നിലവിലുണ്ടായിരുന്ന 2 പ്രൊഫഷണലുകളെ നോമിനേറ്റ് ചെയ്യാം എന്ന നിർദ്ദേശം അത് കാലോചിതമായി പരിഷ്കരിച്ചുകൊണ്ടാണ് അതിൻ്റെ നിർദ്ദേശം വരുന്നത്. ആ നിർദ്ദേശങ്ങളിൽ ഇപ്പം പിരിഞ്ഞു പോകുന്ന ഭരണസമിതിയിലെ ആളുകളെ ആരെയും നോമിനേറ്റ് ചെയ്യാൻ പാടില്ല. അതേസമയം ആ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ നിശ്ചിത ക്വാളിഫിക്കേഷൻ ഉള്ളവരും ഈ രംഗത്ത് പരിജ്ഞാനമുള്ളവരും എന്ന് നിഷ്കർഷിക്കുന്നു. അത് രജിസ്ട്രാറുടെ പെർമിഷനോട് കൂടിയായിരിക്കണം അത് ചെയ്യേണ്ടത് എന്നതാണ് ആ നോമിനേഷൻ അവർക്ക് വോട്ടവകാശമോ ഭരണപരമായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കപ്പെടാനോ ഉള്ള അവകാശമോ അധികാരമോ ഒന്നുമില്ല, മറ്റ് ശുപാർശകളൊന്നുമില്ല. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ മാത്രം പരിശോധിക്കുന്ന രൂപത്തിലേക്കാണ് ആ നോമിനേറ്റ് അംഗങ്ങളുടെ കാര്യങ്ങൾ വരിക എന്ന കാര്യം എടുത്തു സൂചിപ്പിക്കുകയാണ്. പിന്നീട് നിയമനക്കാരുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചട്ടങ്ങളിൽ ചില വ്യവസ്ഥകൾ കൊണ്ടുവരുന്നുണ്ട്. അത് അവസാന റൗണ്ടിൽ ഈ പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ അതെല്ലാം നിങ്ങൾക്ക് വിവരങ്ങൾ തരുന്നതാണ്. പിന്നീട് പ്രധാനമായും നമ്മളിതിൽ കൊണ്ടുവന്ന ഒരു സംരക്ഷണ കവചം തീർക്കുന്ന 2 കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നടപ്പാക്കുന്നത്. ഒന്ന്, നമുക്ക് പ്രധാനമായും പുനരുദ്ധാരണ സ്കീം. ആ പുനരുദ്ധാരണ സ്കീമിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രൈമറി സംഘം ക്രൈസിസിലേക്ക് പോയി, അവർക്ക് അസറ്റ്സൊക്കെ ഉണ്ട്, അവർക്ക് തിരിച്ച് കരകയറി വരാൻ സഹായിക്കുന്ന വിധത്തിൽ അപ്പോൾ വായ്പകൾ കൊടുത്തത് ഈടാവാനുമുണ്ട്. ഈ കാര്യങ്ങൾ പരിശോധിച്ച് അതുണ്ടെങ്കിൽ അവർ വൈബിളായ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി ആ സമിതിക്ക് മുമ്പ് എത്തിച്ചു കഴിഞ്ഞാൽ ആവശ്യമായ ധനസഹായം അവർക്ക് കൊടുക്കും. അത്
ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ റീപേയ്മെൻറ്റ്, അതിന് പലിശയെ സംബന്ധിച്ചും വ്യത്യാസങ്ങളുണ്ടാകും. അതിന് ആദ്യത്തെ ഒരു വർഷം തന്നെ മൊറട്ടോറിയം വെച്ചുകൊണ്ടായിരിക്കും തുടങ്ങുക, തിരിച്ചടവില്ല എന്ന രൂപത്തിലേക്ക്. അപ്പോൾ അത്തരത്തിൽ പുനരുദ്ധാരണ നിധിയിലേക്ക് നമ്മൾ അതിൻ്റെ ഫണ്ട് ഇപ്പോൾ ജനറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് നിലവിലുള്ള സംഘങ്ങളുടേത്. അത് പ്രൈമറി സംഘങ്ങളുടെ ഏത് പൈസ എടുത്താലും അവർക്ക് കൃത്യമായി ആ പലിശ നിലവിൽ കേരള ബാങ്ക് കൊടുക്കുന്നത് തന്നെ കൊടുത്തുകൊണ്ടായിരിക്കും ആ ഫണ്ടിൽ നമ്മൾ എടുക്കുക. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും കൂട്ടിച്ചേർത്തുകൊണ്ടായിരിക്കും ആ ഫണ്ട് നമ്മൾ റൈസ് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് നിലവിൽ ഏതെങ്കിലും ഒരു സംഘം ലിക്വിഡേഷനിൽ പോയാൽ അവർക്കിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിലെ 2 ലക്ഷം രൂപയുണ്ട്. ആ സ്കീം ഇപ്പോൾ നമ്മൾ ഭേദഗതി ചെയ്തു. 2 ലക്ഷം രൂപ വെച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ 5 ലക്ഷം രൂപയാക്കും ഒരു നിക്ഷേപകന്. 1. 2, ഇപ്പോൾ ലിക്വിഡേഷനിൽ പോയെങ്കിലേ കൊടുക്കുമായിരുന്നുള്ള നിയമം ഭേദഗതി ചെയ്ത് ക്രൈസിസിലേക്ക് വന്നാൽ തന്നെ നിക്ഷേപം മടക്കി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമുള്ള ചില ബാങ്കുകളുണ്ട്. അവർക്ക് അപ്പോൾ തൽക്കാലം ഒരു ആശ്വാസം കിട്ടിയാൽ പിടിച്ചു നീക്കാം. അതിനെല്ലാം മുമ്പ് കേരള ബാങ്ക് സഹായിക്കുമായിരുന്നു. ഇപ്പോൾ RBI കയറി പിടി വീഴുന്നതുകൊണ്ട് കേരള ബാങ്കിന് പരിധിയുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ഈ നിക്ഷേപ ഗ്യാരണ്ടി സ്കീമും നിയമം ഭേദഗതി ചെയ്ത് 5 ലക്ഷം രൂപ വരെ ഒരു നിക്ഷേപകന് കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒരു ബാങ്കിലേക്ക് കൊടുക്കാൻ തക്ക രൂപത്തിൽ ഇപ്പോൾ അതിന് നമുക്ക് ആവശ്യമായ ഫണ്ട് ഇപ്പോൾ ഉണ്ട്. അതിനിപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്ന പ്രൈമറി സംഘങ്ങളുടെ വിഹിതത്തെ സംബന്ധിച്ചോളം ചിലപ്പോൾ ഒരു മാറ്റങ്ങൾ വരുത്തേണ്ടതായി വരും. അത് ആലോചിച്ചിട്ടില്ല, അത് നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്നതാണ്. മറ്റൊന്ന്, ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രൈമറി സംഘങ്ങൾ നമുക്ക് 1608 നിലവിലുള്ളപ്പോൾ ഏതാണ്ട് 1000-ൽ താഴെ സംഘങ്ങൾ മാത്രമാണ് ഈ സ്കീമുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളവരോട് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാവണം എന്നതാണ് അതിൽ പ്രൈമറി സംഘങ്ങളോട് എടുത്ത് സൂചിപ്പിക്കാനുള്ളത്. ചില ആളുകൾ വിഷമം വരുമ്പോൾ മാത്രമാണ്, ഈ മഴ പെയ്യുമ്പോൾ ഓടി വെയിറ്റിംഗ് ഷെഡിൽ കയറുമെന്ന് പറഞ്ഞ പോലെ വിഷമം വരുമ്പോൾ ഓടി ഇത്തരം കാര്യങ്ങൾക്ക് സഹായം വരും, അപ്പോഴാണ് ഇതിനകത്ത് രജിസ്ട്രേഷൻ ഇല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ രജിസ്ട്രേഷൻ എടുക്കാൻ പ്രൈമറി സംഘങ്ങൾ തയ്യാറാവണം എന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പറയാനുള്ളത്. ഇത് രണ്ടും വരുമ്പോൾ ഉള്ള ഗുണം, നമ്മുടെ പ്രൈമറി സംഘത്തിലെ നിക്ഷേപകരെ സംബന്ധിച്ചോളം അവർക്കൊരു ആശങ്കയില്ലാതെ മറ്റൊരു ബാങ്കിലും കിട്ടാത്ത രൂപത്തിലുള്ള രക്ഷാ കവചങ്ങൾ തീർത്തുകൊണ്ടാണ് ഈ രംഗം നമ്മളിപ്പോൾ കൈകാര്യം ചെയ്തു പോകുന്നത്. ഈ കാലഘട്ടത്തിൽ നമുക്ക് അനിവാര്യമായ 2 ഘടകമാണ്. ഇത് നന്നായി നമ്മൾ സഹകാരികൾ ക്യാമ്പയിൻ ചെയ്യണം, നിക്ഷേപകരിൽ ക്യാമ്പയിൻ ചെയ്യണം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പുതിയതായി നമ്മൾ പല അനുഭവങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കരുവണ്ണൂർ ബാങ്കിൽ ക്രൈസിസ് ഉണ്ടായി. ആ പ്രതിസന്ധി വന്നപ്പോൾ അവിടെ നമ്മൾ ഗവൺമെൻറ് ഇടപെട്ട് അതിനൊരു പാക്കേജ് ഉണ്ടാക്കി. ആ പാക്കേജ് ഇപ്പോൾ നടപ്പാക്കി വന്നതിൻ്റെ ഭാഗമായി 1 ലക്ഷം രൂപ വരെയുള്ള ഒരാൾക്കും ഇനി അവിടെ പൈസ കിട്ടാനില്ല, മുഴുവൻ പേർക്കും കൊടുത്തു. ഇപ്പോൾ അവർ ഏതാണ്ട് നമ്മുടെ കണക്ക് കിട്ടിയതനുസരിച്ച് 130 കോടിക്ക് അടുത്ത് അവർ തിരിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പോൾ അത്രയും പൈസ തിരിച്ചു കൊടുത്തു എന്ന് പറയുന്നത് ഈ ചുരുങ്ങിയ സമയത്തിനുള്ള ഒരു വലിയ സംഭവമാണ്. അപ്പോൾ ഈ മേഖലയിലെ നിക്ഷേപങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മുടെ ഇടപെടൽ കൊണ്ട് കഴിയുമെന്നുള്ളതാണ്. അതിന് മറ്റൊരു രൂപ ഇപ്പോൾ തിരുവനന്തപുരത്ത് കണ്ടല ബാങ്കിൽ വന്ന് അതിനും ഇപ്പോൾ ഒരു പാക്കേജ് ഉണ്ടാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ചില സംഘങ്ങൾ ഇപ്പോൾ പുൽപ്പള്ളി ബാങ്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പുത്തൂർ ബാങ്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പുതിയതായി ചില സംഘങ്ങളുടെ കഴക്കൂട്ടം ഉൾപ്പെടെ വന്നിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത്തരം സംഘങ്ങൾക്കെല്ലാം അവർക്ക് നിലനിൽക്കാൻ കഴിയുന്ന രൂപത്തിൽ പിന്നീട് വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ അല്ലെ ഭരണസമിതിയോ ആ സംഘത്തിൻ്റെ ആകെ സ്ഥിതി മനസ്സിലാക്കിയും പഠിച്ചും വൈബിളായിട്ടുള്ള ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി മുന്നോട്ട് വന്നാൽ ഇപ്പോൾ ഈ പുതിയതായി ഉണ്ടാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും നമ്മളെടുത്ത പുതിയ സ്റ്റെപ്പിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ അവരെയൊക്കെ സംരക്ഷിച്ച് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യങ്ങൾ സംജാതമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ 2-3 കാര്യങ്ങളുടെ ഉള്ളടക്കം വെച്ചുകൊണ്ട് അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നീട് നമ്മുടെ സഹകരണ സംഘത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത, നമ്മുടെ വലിയ രൂപത്തിൽ വായ്പ കൊടുത്തിട്ട് ആ വായ്പകളൊന്നും തിരിച്ചു പിടിക്കാൻ വേണ്ടി വേണ്ടത്ര രൂപത്തിൽ കുടിശ്ശിക നിവാരണത്തിലേക്ക് പോയില്ല. സംഘങ്ങളുടെയൊക്കെ കുടിശ്ശിക നിലവാരം കേട്ടാൽ 35%, 30% ഒക്കെ. അത് ഭയാനകമാണ്. ആ കാര്യത്തിൽ ഭരണസമിതിയും യഥാർത്ഥത്തിൽ ജീവനക്കാർക്കും, ചില സ്ഥലത്ത് ജീവനക്കാർക്ക് ഇതിന് ടാർഗറ്റ് കൊടുത്തുകൊണ്ട് അത് അച്ചീവ് ചെയ്യുന്നുണ്ടോ റിവ്യൂ ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തുന്ന ശൈലിയില്ല. എല്ലാ സംഘങ്ങളിലും യഥാർത്ഥത്തിൽ ഭരണസമിതി അംഗങ്ങൾ ചെയ്യേണ്ടത്, ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും ഇത്തരം പ്രശ്നങ്ങളിൽ സംയുക്തമായി യോഗം ചേർന്ന് ഭരണസമിതി തീരുമാനമെടുത്ത് ജീവനക്കാർക്ക് ടാർഗറ്റ് നിശ്ചയിച്ച് ഓരോരുത്തരും ആരെയും വെറുതെ വിടാൻ പാടില്ല. എല്ലാവർക്കും അതിനകത്ത് ടാർഗറ്റ് നിശ്ചയിച്ചു കൊടുത്ത് ഇത്ര സമയത്തിനുള്ളിൽ അത് അച്ചീവ് ചെയ്യണം. അത് ഓരോ വീക്കെൻഡിലും റിവ്യൂ ചെയ്തു പോകണം. അങ്ങനെ പോയി പ്രവർത്തിക്കുന്ന സ്ഥലത്ത് വലിയ രൂപത്തിൽ മാറ്റങ്ങൾ കണ്ടിട്ട് 32% ഇതുപോലെ കുടിശ്ശിയുണ്ടായിരുന്നൊരു ബാങ്ക് ഇതുപോലെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 9%-ലെത്തിയ സന്തോഷ വാർത്ത അവരെ അറിയിച്ചു. അവരെ ആ ബാങ്ക് ലാഭത്തിലേക്ക് വന്ന് ഡിവിഡൻഡ് വിതരണം ചെയ്യാൻ തുടങ്ങി.
അപ്പോൾ നമ്മുടെ കുടിശ്ശിക നിലവാരത്തെ സംബന്ധിച്ചോളം പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരവസ്ഥയിലേക്ക് വരുന്ന, നമ്മൾ നിരന്തരമായി ഈ കാര്യത്തിൽ അതിൽ നമുക്ക് ഇപ്പോൾ നിയമത്തിൽ നമ്മൾ ഭേദഗതി കൊണ്ടുവന്നു ആർബിട്രേഷനിൽ വരുന്ന കാലതാമസങ്ങൾ ഒഴിവാക്കാൻ പ്രധാനമായും മുനിസിപ്പിൻ്റെ സേവനം കൂടി തേരുന്ന രൂപത്തിലേക്ക് പുതിയ നിർദ്ദേശങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒരു മുനിസിപ്പൽ കോടതി ഇക്കാര്യത്തിൽ ആർബിട്രേഷൻ ചില സ്ഥലത്തെങ്കിലും പലപ്പോഴും വരുന്ന വക്കീലും അതുപോലെ തന്നെ ചില ആളുകളും പോയി കാലാകുട്ടി കാണുമ്പോൾ പല രൂപത്തിലും കാലതാമസം വരുന്ന അവസ്ഥയും കാര്യങ്ങളുണ്ട്. ഇനി ആർബിട്രേഷൻ കേസ് കൈകാര്യം ചെയ്ത് അവാർഡായാലും അവാർഡിൽ നിന്ന് എക്സിക്യൂഷനിലേക്ക് പോകുന്ന കാര്യത്തിൽ കാലതാമസം വരുന്നുണ്ട്. ആ കാലതാമസങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായി ഓരോ സ്ഥലത്തും പ്രത്യേകമായി യോഗം ചേർന്ന് ആരാണോ എക്സിക്യൂഷൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥനെ കൃത്യമായി ചെയ്യാനും, ആ കൂട്ടത്തിൽ അവരുടെ പുറമെ നമ്മൾ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും പോയി സ്നേഹബുദ്ധിയ സേവനബോധത്തിൽ ആ സഹകാരികളുമായി ആശയവിനിമയം നടത്തി നിരന്തരമായൊരു ബന്ധം നടത്തുന്ന രൂപത്തിലേക്ക് വന്നാൽ പലതും അടയ്ക്കുന്ന രൂപത്തിലേക്കും കാണാൻ കഴിയുന്നുണ്ട്. ഒരുവിധം മാന്യതയുള്ള ലോണികളൊക്കെ തന്നെ ഈ വിഷയത്തിൽ തുടർച്ചയായി അവരുടെ വീട്ടിലേക്ക് ജീവനക്കാരോ അല്ലെങ്കിൽ സഹകാരികളോ എത്തുമ്പോൾ അവർക്കൊരുണ്ടാകുന്ന ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നങ്ങൾ മുൻനിർത്തി അടയ്ക്കാൻ മുതിരുന്ന ഒരു പറ്റം ആളുകളുണ്ട്. എന്ത് ചെയ്താലും അടയ്ക്കില്ല എന്നുള്ള നിലയ്ക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ആലോചിക്കുന്നു. വേൾഡ് ബാങ്കിനെ വരെ കളിപ്പിക്കുന്നവരും ഉണ്ടാകുമെന്ന കാര്യം സംശയമില്ല. പക്ഷേ ഇത് നമുക്ക് ഒരുവിധം ന്യായമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ ഭരണസമിതി ജീവനക്കാരും കൂടി ചേർന്ന് ഇത്തരത്തിലുള്ളൊരു നിലപാടെടുത്ത് മുന്നോട്ട് പോയാൽ നമുക്ക് കൃത്യമായി അത് അടയ്ക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അടപ്പിക്കാൻ കഴിയുന്ന രൂപത്തിൽ അങ്ങനെ കുടിശ്ശിക നിലവാരം നമുക്ക് എത്ര കണ്ട് കുറച്ച് കൊണ്ടുവരാൻ കഴിയുമോ അത്ര കണ്ട് കുറച്ച് കൊണ്ടുവരുന്ന രൂപത്തിലേക്ക് നമ്മുടെ ഇടപെടലുകൾ ഉണ്ടാവണം. അതിന് നല്ല രൂപത്തിൽ പ്രസിഡന്റുമാർ മുൻകൈയെടുത്ത് ഭരണസമിതിയെയും ജീവനക്കാരെയും വിളിച്ചിരുത്തി അത് സംബന്ധിച്ച് പ്ലാൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഏതെങ്കിലും ഉയർന്ന കേരള ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റോ ഉന്നത ഉദ്യോഗസ്ഥൻ്റെ സേവനം ആവശ്യമുണ്ടെങ്കിൽ അത് അറിയിച്ചാൽ അവർക്ക് ആ സേവനവും നൽകി ആ പ്രവർത്തനത്തിൽ എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്നത് സംബന്ധിച്ച് എല്ലാ തരത്തിലുള്ള ഇടപാടുകളും നടത്താനുള്ള സഹായങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങൾ സ്ട്രെങ്തൻ ചെയ്യാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാവുക. പിന്നീട് 2-3 കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, നമ്മുടെ സർപ്ലസ് ഫണ്ടുകൾ വരുന്നു. ചില സംഘങ്ങളെ സംബന്ധിച്ചോളം സർപ്ലസ് ഫണ്ടുകൾ വന്നാൽ ആ സർപ്ലസ് ഫണ്ടുകൾ എങ്ങനെ വിനിയോഗിക്കണമെന്നുള്ളത് ആ ബാങ്കിനെ സംബന്ധിച്ച് പരമപ്രധാനമായ കാര്യമാണ്. ആ സർപ്ലസ് ഫണ്ടുകൾ ചിലർ കേരള ബാങ്കിൽ കൊടുക്കാതെ ചില നോൺ ബാങ്കിങ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുത്തു പോകുന്ന ശൈലികൾ സ്വീകരിക്കുന്നത് തെറ്റാണ്. ഇപ്പോൾ കർശനമായി ആ കാര്യത്തിൽ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. നോൺ ബാങ്കിങ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും പണം കൊടുക്കാൻ പാടില്ല. കൊടുത്തവരൊക്കെ ചിലർ കയ്യും കാലും ഇട്ടടിക്കുകയാണ്, വല്ലാത്ത വിഷമത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കൃത്യമായി സഹകരണ ചട്ടവും നിയമവും അനുസരിച്ച് കേരള ബാങ്കിൽ തന്നെ നമ്മുടെ നിക്ഷേപങ്ങൾ കൊടുക്കണം. ആ നിക്ഷേപങ്ങൾ അതനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവണം. അത് ലാഭകരമായി വിനിയോഗിക്കാൻ കഴിയുന്ന മറ്റൊരു സംവിധാനം ഇപ്പോൾ ഉള്ളത് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനുമായി ബന്ധപ്പെട്ടതും ട്രാൻസ്പോർട്ടിൻ്റെ പെൻഷനുമായി ബന്ധപ്പെട്ട് കൺസോർഷ്യത്തിലേക്ക് ഫണ്ട് കൊടുക്കുന്ന സംഘത്തെ സംബന്ധിച്ചോളം ആ സംഘത്തിനൊക്കെ ലാഭകരമാണ്. കാരണം 9.25 ഇപ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കാൻ തയ്യാറാകുമ്പോൾ നമ്മൾ 8.5 വരെ മാക്സിമം ഏറ്റവും ഓൾഡ് ഏജ് ഉള്ളവർക്ക് കൊടുക്കുന്ന രൂപത്തിൽ, സാധാരണ ഇത് ശരാശരി എടുത്താൽ ഒരു 8 നമുക്ക് കിട്ടും നിക്ഷേപം. അപ്പോൾ 9 മുകളിൽ എത്ര കിട്ടിയാലും 1% പലിശ നമുക്ക് കിട്ടുന്നു എന്നുള്ളത് കൺസോർഷ്യത്തിൽ കൊടുക്കുന്ന ഏറ്റവും ലാഭകരമാണ്. ഒരു സംഘത്തിനും കൺസോർഷ്യത്തിൽ കൊടുക്കുന്ന ഫണ്ടിന് പലിശ കിട്ടാതിരിക്കുന്നത് കൃത്യമായി ഗവൺമെൻറ് പലിശ തരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ തിരിച്ചെടുക്കുന്ന കൺസോർഷ്യം തീരുമ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടും കിട്ടും. അപ്പോൾ ഗവൺമെൻറ് ഗ്യാരണ്ടിയാണ്, ആർക്കും ഭയപ്പെടേണ്ട ഒരു പ്രശ്നമില്ല. അതാണ് ഏറ്റവും ലാഭകരമായി ഇപ്പോഴത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൺസോർഷ്യത്തിൽ കൊടുക്കുന്ന കാര്യം കൂടിയുണ്ട്. ആ നിലയിലേക്ക് ഇപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ആയിരുന്നാലും KSRTC പെൻഷൻ ആയിരുന്നാലും കൊടുത്തു പോകുന്നതാണ് ഏറ്റവും ലാഭകരം. മറ്റെവിടെ കൊടുക്കുന്നതിനേക്കാൾ വളരെ സുരക്ഷിതമാണ്, നിയമപരമാണ് കാര്യങ്ങളിലേക്ക് പോവുക. മറ്റ് ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ ഈ മേഖലയിൽ എടുക്കുമ്പോൾ നമുക്ക് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സംഘങ്ങൾ നമ്മൾ പല സ്ഥലത്തും ഗോഡൗൺ നിർമ്മിച്ച് കാർഷിക മേഖലയിൽ ഇടപെടലിന് സഹായിക്കുന്ന സാഹചര്യം സംജാതമാക്കുകയാണ്. അത് നന്നായി പ്രയോജനപ്പെടുത്തിയ ഒട്ടനവധി സംഘങ്ങളുണ്ട്. ആ സംഘങ്ങൾ അത്തരത്തിലുള്ള പ്രയോജനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾ കുമരകത്ത് വെച്ച് 30ഓളം സംഘത്തെ വിളിച്ചു കൂട്ടിയിട്ട് അവർക്കൊരു പ്രായോഗികമായ പരിശീലനത്തിന് ഒരു ശില്പശാല സംഘടിപ്പിച്ചിരുന്നു. ആ സംഘങ്ങളൊക്കെ മുന്നോട്ട് വന്ന് ഇപ്പോൾ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഈ അടുത്ത കാലത്ത് കൊച്ചിയിൽ നിന്ന് 12 ടൺ കാർഷിക വിഭവങ്ങൾ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്ത സന്തോഷ വാർത്ത നിങ്ങളെ അറിയുകയാണ്. നമ്മുടെ ഈ മേഖലയുടെ ഒരു വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ 400-ൽ പരം ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ആ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ 2 എക്സ്പോ നടത്തി അടുത്ത എക്സ്പോ നടത്താൻ പോവുകയാണ്. ആ എക്സ്പോയിൽ കൊണ്ടുവന്ന് നമ്മൾ പ്രദർശിപ്പിച്ച സാധനങ്ങൾക്ക് ഇത്രയേറെ ഉൽപ്പന്നങ്ങൾ സഹകരണ മേഖലയിൽ വന്നതാണോ എന്ന് പലർക്കും സംശയമായിരുന്നു.
ഇപ്പോൾ കൂടുതൽ അത്തരം കാർഷിക മേഖലയിൽ ഇടപെടൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കലേക്ക് സഹകരണ സംഘങ്ങൾ വന്നു തുടങ്ങിയതിൻ്റെ നല്ല റിസൾട്ട് കാണാനുണ്ട്. ഇപ്പോൾ വിവിധ ജില്ലകളിൽ, എറണാകുളം ജില്ലയിലാണെങ്കിൽ നിരവധി സംഘങ്ങൾ ആ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ വന്നിട്ടുണ്ട്, തൃശ്ശൂർ ജില്ലയിൽ വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള സംഘങ്ങൾ ആലപ്പുഴ ജില്ലയിൽ ചില സ്ഥലത്ത് വന്നിട്ടുണ്ട്. വന്ന സംഘങ്ങൾക്കൊക്കെ തന്നെ വളരെ വളരെ മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ ഡിമാൻഡുകൾ വന്നു. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ കൂടിയിരുന്നു. എക്സ്പോർട്ട് ചെയ്യാൻ കൂടുതൽ താല്പര്യമായി ചില ഏജൻസികൾ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞത്തും തന്നെ നമുക്ക് തുറമുഖം കൂടി ഉള്ളതുകൊണ്ട് വിഴിഞ്ഞത്തും തന്നെ എക്സ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന പുതിയ സാഹചര്യത്തിലേക്ക് വരികയാണ്. നമ്മൾ പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കയറ്റുമതി ചെയ്തത് ഒരു കാലഘട്ടത്തിൽ ആർക്കും വേണ്ടാതെ കിടന്ന വാട്ടുകപ്പയാണ്. വാട്ടുകപ്പ മസാല ചേർത്ത് പാക്കറ്റുകളിലാക്കി അമേരിക്കയ്ക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നേന്ത്രക്ക ചിപ്സാക്കി അത് എക്സ്പോർട്ട് ചെയ്യുന്നു. ചക്ക 14ഓളം ഇനങ്ങൾ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി എക്സ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ നാളികേരം നമ്മൾ വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതും അതിൻ്റെ ചിപ്സും. അതേപോലെ നാനാതരത്തിൽ തേയില, ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ തങ്കമണി സംഘം തേയിലയാണ് നമുക്ക് തന്നത്, അത് എക്സ്പോർട്ട് ചെയ്തിരുന്നു. പാഷൻ ഫ്രൂട്ട്സും മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി എക്സ്പോർട്ട് ചെയ്തിരുന്നു. ഇങ്ങനെ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന ആത്യന്തിക ലക്ഷ്യം അർത്ഥപൂർണ്ണമാകണമെങ്കിൽ കാർഷിക മേഖലയിൽ നമ്മുടെ ഇടപെടലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് വരികയും ചെയ്യുന്ന നീക്കമുണ്ടാവണം. അതിന് ഈ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, നബാർഡിൻ്റെ ആ ഫണ്ട് കേരള ബാങ്ക് മുഖാന്തരം തരുമ്പോൾ കേരള ബാങ്കിൻ്റെയും നബാർഡിൻ്റെയും സഹായവും സംസ്ഥാന സബ്സിഡിയും കൂടെ കൂടുമ്പോൾ 1% പലിശ നിരക്കിൽ 2 കോടി രൂപ 7 വർഷക്കാലത്തും കൊണ്ട് തിരിച്ചടച്ചാൽ മതി എന്ന രൂപത്തിൽ കിട്ടും. എത്രയോ ലാഭകരമാണ് ആ പൈസ ഉപയോഗിച്ച് ബിസിനസ് ചെയ്താൽ. അപ്പോൾ കാർഷിക മേഖലയിലെ ഉൽപ്പാദനവും സംഭരണവും സംസ്കരണവും വിപണനവും ഉറപ്പാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് സംഘങ്ങളുടെ ഇടപെടൽ ഉയർന്നു വരാൻ സഹായിക്കുന്നതാണ് ആ കാര്യം. അത്തരം രൂപത്തിൽ പ്രാഥമിക സംഘങ്ങൾ ചിന്തിക്കണം. കേവലം നമ്മൾ നിക്ഷേപം വാങ്ങിക്കലും അതുപോലെ ലോൺ കൊടുക്കലും പലിശ വാങ്ങിക്കലും മാത്രമല്ല പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ആത്യന്തിക ലക്ഷ്യം. നമ്മുടെ ഭരണഘടന പറയുന്നതും ബൈലോ പറയുന്നതും നമ്മുടെ ആശയം പറയുന്നതുമെല്ലാം കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ ഏതെല്ലാം തരത്തിൽ നമുക്ക് ഇടപെടാം. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു നീക്കം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇപ്പം നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് തുടങ്ങി. കൂടുതൽ പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള കരാറുകളുമായിരിക്കുന്നു. കൂടുതൽ സംഘങ്ങൾ അതിലേക്ക് വരണം എന്ന് ഈ സന്ദർഭത്തിൽ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നമുക്കിതിലെ എല്ലാം ഉള്ള ഗുണമെന്താ? ഗുണം ഈ കാര്യത്തിൽ നമ്മളിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ അടുത്ത കാലത്ത് ജോർദാനിൽ വെച്ച് ഏഷ്യ പസഫിക് കോപ്പറേറ്റീവ് മിനിസ്റ്റേഴ്സിൻ്റെ ഉച്ചകോടി ചേരുകയുണ്ടായി. ഇന്ത്യ രാജ്യത്തിൽ നിന്ന് ആകെ ഒരു സംസ്ഥാനത്തെ ക്ഷണിച്ചുള്ളൂ, അത് കേരളത്തെയാണ് എന്ന് അഭിമാനത്തോടെ പറയുകയാണ് നമ്മളെ വിളിച്ചത്. അപ്പോൾ കേരളത്തെ വിളിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ഒറ്റപ്പെട്ട ആരുടെയും സൗന്ദര്യം നമ്മളെല്ലാം ചേർന്ന് നടത്തുന്ന സഹകരണ മേഖലയുടെ പ്രവർത്തനങ്ങളുടെ നെറ്റ് റിസൾട്ടാണ് അത് വേൾഡ് കോപ്പറേറ്റീവ് അലയൻസ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഏഷ്യ പസഫിക് കോപ്പറേറ്റീവ് അലയൻസ് ഈ ഉച്ചകോടി വിളിക്കുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഒരു രാജ്യം മാത്രമാണ് അതിലെ മെമ്പറെങ്കിലും കേരളത്തെ പ്രത്യേകമായി ക്ഷണിച്ചു. അമിത്ഷാ അന്ന് ഇലക്ഷൻ ആയിരുന്നുകൊണ്ട് അദ്ദേഹം വന്നില്ല. അപ്പോൾ സ്വാഭാവികമായി ചെന്ന ഞങ്ങൾക്ക് ഇന്ത്യ ഗവൺമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് സംസാരിക്കാനുള്ള അവസരം അവർ തന്നു. അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു കാര്യം കണ്ടത്, അവിടെ ഓരോ രാജ്യത്തെയും സഹകരണ മേഖലയുടെ പുരോഗതിയെ സംബന്ധിച്ച് അതിൻ്റെ ഉള്ളടക്കവും വിശദീകരിച്ചപ്പോൾ നമ്മുടെ മുമ്പിൽ ആർക്കും എത്താൻ കഴിഞ്ഞില്ല, നമ്മളാണ് ഏറ്റവും മുമ്പിലെത്തിയെന്ന സന്തോഷ വാർത്തയെ നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം നമ്മുടെ ഇപ്പോൾ കേരള ബാങ്കാണ് ഞാൻ ഒന്ന് അവതരിപ്പിച്ചത്. കേരള ബാങ്ക് ഹൈലൈറ്റ് ചെയ്തത് 823 ശാഖകളുമായി കേരള ബാങ്ക് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സിൻ്റെ വോളിയം, അതിൻ്റെ വിവിധ വായ്പാ പദ്ധതികൾ, അതിൻ്റെ പുതിയ നിലപാട്, ഇതെല്ലാം വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കത് കൗതുകമായി. അതോടൊപ്പം തന്നെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെക്കുറിച്ച് അവതരിപ്പിച്ചു. നമ്മുടെ ഏതാണ്ട് 18,000-ഓളം സ്കിൽഡ് ലേബേഴ്സ്, 5,000 കോടി രൂപയുടെ ഓൺഗോയിങ് പ്രോജക്റ്റ്, 2,000 എൻജിനീയേഴ്സ്. ഒരുപക്ഷെ വേൾഡ് കോഓപ്പറേറ്റീവ് മോണിറ്റർ പരിശോധിക്കുമ്പോൾ ലോകത്തെ 2ാമത്തെ സഹകരണ സംഘമായി ULCCയെ തിരഞ്ഞെടുത്തു എന്ന സന്തോഷ വാർത്തയും ഈ കാര്യത്തിലുണ്ട്. അതും അവിടെ അവതരിപ്പിച്ച് നമ്മുടെ സഹകരണ മേഖലയിലെ ഇടപെടലുകൾ നമ്മൾ ക്രെഡിറ്റ് മാത്രമല്ല നോൺ ക്രെഡിറ്റിലും, അതോടൊപ്പം തന്നെ നമ്മുടെ സഹകരണ മേഖലയിൽ വിദ്യാഭ്യാസം, കെയ്പ്പ്, 9 എഞ്ചിനീയറിംഗ് കോളേജ്, നമുക്ക് 5 പോളിടെക്നിക്ക്, ഒരു നഴ്സിംഗ് കോളേജ്, ITIകൾ, MBA കോളേജ് സഹകരണ യൂണിയൻ്റെത്, അതേപോലെ തന്നെ HDC, നമ്മുടെ JDC കോഴ്സുകളെല്ലാം നടത്തുന്ന സഹകരണ മേഖലയുടെ വിദ്യാഭ്യാസ ഇടപെടൽ. നമ്മുടെ ആതുര സേവന രംഗം എടുക്കുമ്പോൾ മെഡിക്കൽ കോളേജിൽ 2 ഗവൺമെൻറ്റിലേക്ക് കൊടുത്തെങ്കിലും ബാക്കി മെഡിക്കൽ കോളേജ് ഇപ്പോൾ എടുത്താൽ, ചിലത് കൊല്ലം NS എടുത്താൽ, EMS പെരിന്തൽമണ്ണ എടുത്താൽ, അതുപോലെ AKG കണ്ണൂർ എടുത്താൽ, ഈ ആശുപത്രികളെല്ലാം കേരളത്തിലെ നമ്പർ 1 മെഡിക്കൽ കോളേജുകളും സമാനമായി എല്ലാ തരത്തിലുള്ള ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളും നൂതന സാങ്കേതിക വിദ്യകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നാളെ കൊല്ലം NS ഹോസ്പിറ്റലിൽ വലിയ
വീണ്ടും ഒരു പദ്ധതി കൂടി ഉദ്ഘാടനം ചെയ്യുകയാണ്. അവർ ആയുർവേദ രംഗത്തും അലോപ്പതി രംഗത്തും ഒരുപോലെ അവരുടെ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജുകളിലെ എല്ലാ സൗകര്യങ്ങളും കൂടിയുള്ള പ്രവർത്തനങ്ങൾ വരിക. 208ഓളം ആശുപത്രികളാണ് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. അതുപോലെ ഹൗസ് ഫെഡ് നമ്മുടെ സംസ്ഥാനത്ത് ഭവന നിർമ്മാണ രംഗത്ത്, കൺസ്യൂമർ ഫെഡ് നമ്മൾ ഈ പ്രാവശ്യവും ഓണത്തിന് വലിയ രൂപത്തിൽ മാർക്കറ്റിൽ ഇടപെട്ട് 1500ഓളം ഓണച്ചന്തകൾ നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. 13 ഇനങ്ങൾ സബ്സിഡിയോടുകൂടി കൊടുക്കാൻ കഴിഞ്ഞു. ഏതാണ്ട് 30% മുതൽ 60% വരെ വിലക്കുറവോടുകൂടി കൊടുക്കാൻ കഴിഞ്ഞു മാർക്കറ്റ് ഇടപെടൽ കൺസ്യൂമർ ഫെഡിന്. ഇങ്ങനെ കേരളത്തിൻ്റെ കാർഷിക, വ്യാവസായിക, തൊഴിൽ, വിദ്യാഭ്യാസ, ആരോഗ്യ, ഭവന നിർമ്മാണ മേഖലകളിലെല്ലാം നമ്മൾ ഇടപെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായി സഹകരണ മേഖല ജനജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇടപെട്ട് ഒരു സമാന്തര സാമ്പത്തിക സങ്കേതം എന്ന രൂപത്തിൽ സംസ്ഥാനത്ത് അത് പ്രവർത്തിച്ച് അതിൻ്റെ വിജയകരമായ ജൈത്രയാത്ര അനുസ്യൂതം തുടരുകയാണ്. അപ്പോൾ ആ രംഗം നമ്മൾ നല്ല രൂപത്തിൽ രേഖകളാക്കി ഒരു ബുക്കാക്കി അവിടെ ഞങ്ങൾ ഈ ഉച്ചകോടി കൊണ്ടുവരുന്നു. അത് എല്ലാം പിടിച്ചു പറിച്ചു തീർന്നു. എല്ലാവർക്കും അറിയണം നമ്മുടെ ഈ പുരോഗതിയുടെ അടിസ്ഥാനം. അപ്പോൾ കേരളം നമ്മളെല്ലാം ചേർന്ന് നടത്തുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ നല്ല നെറ്റ് റിസൾട്ടായി സഹകരണ മേഖലയ്ക്ക് ഈ അഭിമാനകരമായ പുരോഗതി ഉള്ളപ്പോൾ നമ്മുടെ ദൗർബല്യങ്ങളും നമ്മൾ കൊണ്ടുപോകണം. നമ്മൾ നേട്ടങ്ങളെ ആകെ ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇടയിൽ വരുന്ന ദൗർബല്യങ്ങൾ കൃത്യമായി കണ്ട് മനസ്സിലാക്കി പഠിച്ച് നമുക്കത് പരിഹരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് മുന്നോട്ട് പോകണം. ആ തരത്തിൽ സഹകരണ മേഖലയുടെ പ്രവർത്തനങ്ങൾ, അതിൽ പ്രധാനമായും കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്ന നിയമങ്ങളും അതുപോലെ തന്നെ ഇടപെടലുകളും നമുക്ക് പല രൂപത്തിൽ വെല്ലുവിളി ഉയർത്തുകയാണ്. നമ്മൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു, ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ കൊണ്ടുവന്ന നിയമം തന്നെ യഥാർത്ഥത്തിൽ ഭരണഘടനാ വിരുദ്ധമാണ്. അത് സുപ്രീം കോടതി പോലും സുപ്രധാനമായ വിധിയിലൂടെ ചൂണ്ടിക്കാണിച്ചു. നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 7th ഷെഡ്യൂൾ 32 എൻട്രി കോപ്പറേറ്റീവ് സബ്ജക്റ്റ് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. അതിൽ കേന്ദ്രം ഇടപെട്ടിപ്പോൾ ഈ നിയമം നിർമ്മാണം നടത്തി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കെല്ലാം യഥാർത്ഥത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കുമ്പോൾ നമ്മുടെ സഹകരണ മേഖലയിലെ വലിയ രൂപത്തിൽ പലിശകൾ ഓഫർ ചെയ്ത് നിക്ഷേപം സമാഹരിച്ചു കൊണ്ടുപോകുന്ന ശൈലിയും ചിലതെല്ലാം മുഴുങ്ങിപ്പോകുന്ന അവസ്ഥയും നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങൾ പുതിയതായി കടന്നു വരുമ്പോൾ അതിനെതിരെ പ്രതിരോധം തീർക്കാനും അതിൻ്റെ ഉള്ളടക്കങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനും നമുക്ക് കഴിയണം. ആ രൂപത്തിൽ നമുക്കതിനെ നല്ല രൂപത്തിൽ നമ്മുടെ സഹകരണ മേഖലയുടെ യോജിപ്പിൻ്റെ രൂപത്തിൽ നിന്നുകൊണ്ട് പ്രതിരോധം തീർത്ത് മുന്നോട്ട് പോകാനും ഒപ്പം നിയമപരമായ യുദ്ധത്തിലൂടെ നമുക്ക് ആ കാര്യത്തിൽ വീണ്ടും മുന്നോട്ട് പോകാൻ അതിനുവേണ്ടി സുപ്രീം കോടതിയിൽ നമ്മൾ സ്യൂട്ട് ഫയൽ ചെയ്തിരിക്കുകയാണ്. അപ്പം ഇത്തരത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നിലവിലുണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള യോജിപ്പും നല്ല രൂപത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയി. ഇപ്പോൾ കേരള ബാങ്കിന് തന്നെ മലപ്പുറം ബാങ്ക് യോജിപ്പിക്കുന്നതിനെതിരായിട്ടുള്ള കേസും മറ്റു കാര്യങ്ങളെല്ലാം വന്നെങ്കിലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആ കാര്യത്തിൽ നമുക്ക് അനുകൂലമായി വിധി തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ആ പ്രവർത്തനങ്ങളിൽ പൊതുവിൽ നിങ്ങൾക്ക് ഉള്ളടക്കം ഇപ്പോൾ റിപ്പോർട്ട് കയ്യിൽ തന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, അതിവിടെ വിശദീകരിക്കും എന്നുള്ളത് കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് എല്ലാം അച്ചടിച്ച് കയ്യിൽ തന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളടക്കം മുഴുവൻ. അപ്പോൾ ഈ രംഗത്ത് കേരള ബാങ്കിൻ്റെ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നതിനു കൂടിയാണ് നമ്മൾ ഈ പ്രൈമറി സംഘത്തിൻ്റെ പ്രസിഡന്റ്മാരിലെ പ്രതിനിധികളെല്ലാം ഇനി ഈ യോഗത്തിൽ എത്തിച്ചേരുന്നത്. കേരള ബാങ്കുകാരോടും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, കേരള ബാങ്കിൻ്റെ നിലനിൽപ്പ് പ്രൈമറി സംഘത്തിൻ്റെ തോളിലാണ് എന്ന കാര്യത്തിൽ ഒരിക്കലും കേരള ബാങ്ക് വിസ്മരിക്കരുത് എന്ന കാര്യം ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രൈമറി സംഘങ്ങളില്ലെങ്കിൽ കേരള ബാങ്കില്ല. കാരണം അതിലെ നിക്ഷേപങ്ങളുടെ എബവ് 80% എടുക്കുമ്പോഴും കൃത്യമായി പ്രൈമറി സംഘങ്ങളുടെയാണ് കേരള ബാങ്കിൽ വരുന്നത്. അപ്പോൾ കേരള ബാങ്കും അതുപോലെ തന്നെ പ്രൈമറി സംഘങ്ങളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമായി ഊട്ടിയുറപ്പിച്ച് മുന്നോട്ട് പോകണം എന്ന കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുമ്പ് നമ്മളോട് സൂചിപ്പിച്ചിരുന്നതാണ്, പരസ്യമായി തന്നെ പറഞ്ഞിരുന്നതാണ്. ആ കാര്യത്തിൽ ഭരണസമിതി ഇന്ന് ധാരണയോടുകൂടി തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് ആശാവഹമാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഇടപെട്ടും സംയോജിതമായി മുന്നോട്ട് പോകുന്നു. ഇനി ഒറ്റപ്പെട്ട രൂപത്തിൽ ചില ഉദ്യോഗസ്ഥ പ്രമുഖർ കൂടി ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി പോകുന്നു നന്നായി കഴിഞ്ഞാൽ ഈ രംഗത്ത് നമ്മൾ ആഗ്രഹിച്ച രൂപത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി ആ രംഗത്ത് കേരള ബാങ്കും പ്രൈമറി സംഘങ്ങളും നമ്മൾ ബന്ധം ഊഷ്മളമായി ഊട്ടിയുറപ്പിച്ച് മുന്നോട്ട് പോയി രണ്ടിൻ്റെയും പ്രൈമറി സംഘങ്ങളുടെ വളർച്ച ഉറപ്പാക്കാൻ കേരള ബാങ്ക് സ്ട്രെങ്ത് ചെയ്ത് മുന്നോട്ട് പോകാൻ പ്രൈമറി ബാങ്കും തങ്ങളുടെ നിക്ഷേപങ്ങൾ കൃത്യമായി നിക്ഷേപിക്കേണ്ട സ്ഥലത്ത് നിക്ഷേപിക്കാനും ബിസിനസ്സുകളെ രൂപത്തിൽ കൈകാര്യം ചെയ്ത് പോകാനും കഴിയുന്നുണ്ട്. വൻതോതിലുള്ള കുടിശ്ശിക വരുത്തിയിട്ടുള്ള ചില ജില്ലകൾ തിരിച്ചടയ്ക്കാതെ വരുന്നതിൻ്റെ ഭാഗമായി വരുന്ന NBA അതിന് മുഴുവൻ റിസർവ് കെട്ടിപ്പോകേണ്ട അവസ്ഥ ഇവിടെ വരുന്നതിൻ്റെ ഭാഗമായി ചില ക്ഷീമങ്ങളുണ്ട്. ഇനി കേരള ബാങ്കിൽ നിന്ന് ആകെ നമ്മുടെ പ്രൈമറി സംഘങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ വർഷം ലാഭകരമാണ്. 209 കോടി രൂപ ലാഭത്തിലെത്തിയിരിക്കുന്നു. ഇതുവരെ കേരള ബാങ്കിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലാഭം വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ നെറ്റ് റിസൾട്ട് നമുക്ക് പൂർണ്ണമായി എടുക്കുന്ന ഒരു നെറ്റ് പ്രോഫിറ്റിലേക്ക് എത്തുന്ന രൂപത്തിലേക്ക് വരേണ്ട സമയം ഇനി അത് 400 പരം കോടി രൂപയുടെ മാറിത്തീരണം. ഇത് രൂപീകരിക്കുമ്പോൾ 1200 കോടി രൂപയോളമായിരുന്നു നമുക്ക് സഞ്ചിത നഷ്ടം നിന്നിരുന്നത്. അത് കുറച്ച് കൊണ്ടുവന്നിരിക്കുന്നു, 421 വന്നിരിക്കുക.
അത് കൃത്യമായി അതുകൂടെ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ വർഷം നന്നായി പരിശ്രമിച്ചാൽ അടുത്ത വർഷം മുതൽ ഈ ജനറൽ ബോഡിയിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ച് പ്രൈമറി സംഘങ്ങളെ എല്ലാ അർത്ഥത്തിലും രക്ഷിക്കാൻ കഴിയും. ആ രൂപത്തിലേക്ക് എത്തിച്ചേരണം എന്ന് തന്നെയാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. കേരള ബാങ്കിൻ്റെ പ്രവർത്തനം ഭാവിയിൽ ഏറ്റെടുക്കും. ആ നിലയിൽ നമുക്ക് ഈ പ്രവർത്തനങ്ങളുമെല്ലാമായി മുന്നോട്ട് പോകാൻ ഒരു കൂട്ടായ പരിശ്രമമാണ് ഈ രംഗത്ത് നമുക്കുള്ളത്. ആ പരിശ്രമങ്ങളിൽ കൃത്യമായി നമുക്കെല്ലാം കൂട്ടായി നീങ്ങാം. സഹകരണ മേഖലയുടെ വിജയം ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും നമ്മുടെ സഹകരണ മേഖലയുടെ കൂട്ടായ്മയാണ്. എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കി സമയോചിതമായി സന്ദർഭോചിതമായി മുന്നോട്ട് വന്ന് ഈ മേഖലയെ കാലോചിതമായി പരിഷ്കരിച്ച് മുന്നോട്ട് പോകുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി നിൽക്കുന്നു. ഇത് കൃത്യമായി മനസ്സിലാക്കി ഈ മേഖലയിലെ ഇടപെടലുമായി മുന്നോട്ട് വരാൻ സഹകാരികളോട് വിനയപൂർവ്വം നിങ്ങളുടെ സഹകരണ പ്രഭുത്വത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. സുഹൃത്തുക്കളെ, ഒരു 10 മിനിറ്റ് ഇടവേള, അതിനുശേഷം നമ്മുടെ വാർഷിക ജനറൽ ബോഡി ആരംഭിക്കുന്നതാണ്. ഇപ്പോൾ 11:21 11:30 വീണ്ടും അസംബ്ലിയാണ്.